വെബ്സൈറ്റ് URL ഇങ്ങനെ കൊടുത്ത സെർവറിലെ യൂസറിന്റെ ലിസ്റ്റ് കാണിച്ചു തരും. ഇതാണ് പാത്ത് ട്രാവേഴ്സൽ വൾണറബിലിറ്റി. യൂസർ ഇൻപുട്ട് വെരിഫൈ ചെയ്യാതെ വെബ്സൈറ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വൾണറബിലിറ്റി സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോയിൽ പാത്ത് ട്രാവേഴ്സൽ വൾണറബിലിറ്റി ഡീറ്റെയിൽ ആയി നോക്കാം. വിൻഡോസിലോ ലിനക്സിലോ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു ഫോൾഡറിൽ നിന്നും വേറൊരു ഫോൾഡറിലേക്ക് പോകാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ വിൻഡോസിലാണെങ്കിൽ ലോക്കൽ ഡിസ്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഉള്ളിലുള്ള ഫോൾഡേഴ്സ് എല്ലാം കാണിച്ചു തരും. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. അതിൽ ഏതെങ്കിലും ഫോൾഡറിൽ ക്ലിക്ക് ചെയ്താൽ ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ പോവാം. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിന് ബാക്കിലേക്ക് വരും. ഇതിന് ഡയറക്ടറി ട്രാവേഴ്സൽ ഓർ പാത്ത് ട്രാവേഴ്സൽ എന്ന് പറയാം. ഇതുപോലെ തന്നെ വെബ്സൈറ്റിലും URL യൂസ് ചെയ്ത് ഇങ്ങനെ പാത്ത് ട്രാവേഴ്സൽ ചെയ്യാൻ പറ്റും. ഇനി അറ്റാക്കേഴ്സ് ഈ മെത്തേഡ് വഴി സെക്യൂരിറ്റി കൺട്രോൾ ബൈപ്പാസ് ചെയ്ത് അൺഓതറൈസ്ഡ് ഫയൽസോ ഡയറക്ടറീസോ ആക്സസ് ചെയ്താൽ അതിന് പാത്ത് ട്രാവേഴ്സൽ വൾണറബിലിറ്റി എന്ന് പറയാം. ഇതുവഴി അറ്റാക്കേഴ്സിന് സോഴ്സ് കോഡ്, സിസ്റ്റം ഫയല്, ആപ്ലിക്കേഷന്റെ ക്രെഡൻഷ്യൽസ് പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാണ് പാത്ത് ട്രാവേഴ്സൽ വൾണറബിലിറ്റി. ഇനി പോർട്സ് കയറി ഇതിന്റെ ലാബ് നോക്കാം. എങ്ങനെ ഈ വൾണറബിലിറ്റി വെബ്സൈറ്റിൽ ഉണ്ടാവും അതിനെ എക്സ്പ്ലോർട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം ഈ ലാബ് ഒന്ന് നോക്കാം. ഫയൽ പാത്ത് ട്രാവേഴ്സൽ സിമ്പിൾ കേസ്. ഈ ലാബിൽ പ്രൊഡക്റ്റിന്റെ ഇമേജിൽ പാത്ത് ട്രാവേഴ്സൽ വൾണറബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും ETC പാസ്വേഡിന്റെ കണ്ടന്റ് റിട്രീവ് ചെയ്യാനാണ് പറയുന്നത്. ലാബ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ലാബ് ആക്സസ് ചെയ്യാണ്. ഒരു സ്റ്റോറിന്റെ വെബ്സൈറ്റ് ആണ് ഇതും. ഇതിലൊരു പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യാണ്. ക്വസ്റ്റ്യൻ പ്രകാരം പ്രൊഡക്റ്റ് ഇമേജിലാണ് വൾണറബിലിറ്റി. അപ്പോൾ ഇമേജ് ഒന്ന് പുതിയ ടാബിൽ ഓപ്പൺ ചെയ്യാം. ഇനി ഇതിന്റെ URL ഫയൽ നെയിം 23.jpg എന്ന് കാണും. ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഇമേജ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിൽ പാത്ത് ട്രാവേഴ്സൽ ചെയ്തു എന്ന് വെച്ചാൽ ETC പാസ്വേഡ് കണ്ടന്റ് ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം ആ ഡിസ്കിന്റെ പാത്തിൽ നിന്നാണ് ഈ ഇമേജ് ആക്സസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി വെബ് സ്യൂട്ട് ആവശ്യമാണ്. കാളി ലിനക്സിൽ കമ്മ്യൂണിറ്റി എഡിഷൻ പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്ത് ഈ ലാബ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് ഫോക്സി പ്രോക്സി ഓൺ ആക്കി ഇമേജ് പേജിനെ ഇന്റർസെപ്റ്റ് ചെയ്യാം. റിക്വസ്റ്റ് റിപ്പീറ്ററിൽ കൊടുത്തു വെച്ചാൽ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഇനി ആ ഫയൽ നെയിമിനെ മാറ്റി .// എന്ന് കൊടുക്കാം. ഇത് തൊട്ട് മുൻപുള്ള ഡയറക്ടറിക്ക് പോകാൻ വേണ്ടിയാണ് ഈ .// എന്ന് കൊടുക്കുന്നത്. ലൈക്ക് ലിനക്സിൽ എങ്ങനെയാണോ CD .. കൊടുത്ത് അതിന്റെ തൊട്ട് മുമ്പുള്ള ഡയറക്ടറിയിലേക്ക് പോകണം, അതുപോലെ തന്നെയാണ് ഈ വെബ്സൈറ്റിൽ ഇവിടെയും വർക്ക് ആവുന്നത്. ETC പാസ്വേഡിന്റെ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി ഒന്നിലെ റൂട്ട് ഫോൾഡറോ അല്ലെങ്കിൽ ETC ഫോൾഡർ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഫോൾഡറിന്റെ തൊട്ട് മുമ്പുള്ള ഫോൾഡറിലേക്ക് എത്തണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇനി ആ ഫയൽ നെയിമിൻ്റെ അവിടെ .// കൊടുത്ത് ETC/PASSWD എന്ന് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വരും എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് 400 ആണ്. ബാഡ് റിക്വസ്റ്റ് എന്നാണ് കാണുന്നത്. ഇനി ഒന്നും കൂടി ആ .// കൊടുത്തിട്ട് അതിൽ എന്താ ഔട്ട്പുട്ട് എന്ന് നോക്കാം. അപ്പോഴും സെയിം റെസ്പോൺസ് തന്നെയാണ് വന്നത്. ഇനി ഒരിക്കൽ കൂടി അത് കൊടുത്ത് നോക്കാം. .// എന്ന് കൊടുത്ത് അതിൻ്റെ റിക്വസ്റ്റിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയ റെസ്പോൺസിൽ ഒരു ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ആ ETC പാസ്വേഡിന് കണ്ടന്റ് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഈ ലാബ്. പാത്ത് ട്രാവേഴ്സൽ വഴി ETC പാസ്വേഡിന്റെ കണ്ടന്റ് റീഡ് ചെയ്യാൻ പറ്റി. ഇനി വേറൊരു ടൈപ്പ് ലാബും കൂടി നോക്കാം. ട്രാവേഴ്സൽ സീക്വൻസസ് ബ്ലോക്ക്ഡ് വിത്ത് ആബ്സല്യൂട്ട് പാത്ത് ബൈപാസ്. കഴിഞ്ഞ ലാബത്തെ പോലെ തന്നെ ഇമേജിലാണ് ഈ പാത്ത് ട്രാവേഴ്സൽ വൾണറബിലിറ്റി ഉള്ളത്. പക്ഷേ ഇതിൽ കഴിഞ്ഞ ലാബിൽ ചെയ്ത പോലെ .// ഇട്ടിട്ട് പാത്ത് ട്രാവേഴ്സൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യും. ഈ ലാബ് ഒന്ന് ആക്സസ് ചെയ്ത് ഇതിൽ എങ്ങനെ സോൾവ് ചെയ്യാന്ന് നോക്കാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് അതിന്റെ ഇമേജ് ഒരു പുതിയ ടാബിൽ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇവിടെ ഫയൽ നെയിം =31.jpg. ഇതാണ് ഇതിന്റെ ഫയൽ നെയിം. ഈ റിക്വസ്റ്റും വെബ് സ്യൂട്ടിൽ കൊടുക്കാം. വെബ് സ്യൂട്ടിൽ ഇന്റർസെപ്റ്റ് ചെയ്ത് ആ റിക്വസ്റ്റ് ക്യാപ്ചർ ആയിട്ടുണ്ട്. ഇനി അത് റിപ്പീറ്ററിൽ കൊടുത്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് നോക്കാം. ലാസ്റ്റ് ലാബിൽ ചെയ്ത പോലെ തന്നെ ഈ ലാബിലും ഫയൽ നെയിം എഡിറ്റ് ചെയ്ത് .// കൊടുത്ത് ETC/പാസ്വേഡ് കൊടുത്തിട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്യണം. അപ്പോൾ അതിന്റെ റെസ്പോൺസ് സെയിം 400 ബാഡ് റിക്വസ്റ്റ് എന്നാണ് വരുന്നത്. ഇത് 3 പ്രാവശ്യം കൊടുത്ത് നോക്കാം. .// 3 പ്രാവശ്യം കൊടുത്ത് ETC പാസ്വേഡ് കൊടുക്കുക. അപ്പോഴും ഇതിന്റെ ഔട്ട്പുട്ട് സെയിം ഔട്ട്പുട്ട് തന്നെയാണ് വരുന്നത്. ബാഡ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഈ പാത്ത് ട്രാവേഴ്സൽ മെത്തേഡ് ഇവിടെ വർക്ക് ആവില്ല. ഈ പാത്ത് ട്രാവേഴ്സൽ മെത്തേഡ് വർക്ക് ആവാത്തത് കൊണ്ട് തന്നെ വെറും ETC പാസ്വേഡ് മാത്രം കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഫയൽ നെയിം =/ETC/PASSWD കൊടുത്തിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് വരിക നോക്കാം. ഇതിന്റെ റെസ്പോൺസിൽ വാല്യൂ കിട്ടിയിട്ടുണ്ട് ETC പാസ്വേഡിന്റെ. ഇതിന്റെ ലാബ് നോക്കിയാൽ ഈ ലാബ് കംപ്ലീറ്റും ആയിട്ടുണ്ട്.